വിലകൊടുത്തവർ ജയം വരിച്ചവർ വിലകൊടുത്തവർ ഭാഗ്യവാന്മാർ. ഒരു 6 മണിക്കൂറെങ്കിലും പ്ലാറ്റ്ഫോമിൽ വെള്ളം പോലും കുടിക്കാതെ ഒരു പ്രാന്തനെ പോലെ അങ്ങോട്ടും കളില്ല. ഞാൻ പറഞ്ഞു, ഗാച്ചാ ഇതെന്തുവാ? പുള്ളി പറഞ്ഞു, മിണ്ടാതെ കഴിച്ചോണം, മോന്തെ ഒന്നും വെളുപ്പിക്കരുത്. ഇത് നമ്മൾ കഴിച്ചില്ലെങ്കിൽ ഇവര് നമ്മളെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും, നീ വളക്കേണ്ടി. എനിക്കടങ്ങിയിരിക്കാവുന്നില്ല. സൈക്കിളിന്റെ പുറകെ വരെ ട്രാക്ട് വെച്ച് പോയിട്ട് 3 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരുന്നിട്ട് തീർന്നിട്ട് തിരിച്ചു വരട്ടെ. എന്നിട്ട് ഞാൻ അവന്റെ ദൈവത്തിന്റെ പേര് പ്രാർത്ഥിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ കവിള് കുത്തിപ്പിടിച്ചിട്ട് എന്റെ വായിക്കാത്ത കൈ നാക്ക് പേര്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ സ്നേഹവന്ദനം. യൂട്യൂബ്, ഫേസ്ബുക്ക് ചാനലിലൂടെ നിങ്ങളുടെ അടുക്കൽ എത്തിക്കൊണ്ടിരിക്കുന്ന വിലകൊടുത്തവർ എന്ന പ്രോഗ്രാമിൽ ചില വാക്കുകൾ ആശംസയായി പറയുവാൻ ഈ അവസരം തന്ന ദൈവത്തിന് സർവ്വമഹത്വവും അർപ്പിക്കുന്നു. ഈ പ്രവർത്തനത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വേർഡ് ടു ഓൾ ലൈഫ് ബ്രിഡ്ജ് എന്ന പ്രസ്ഥാനത്തിൻ്റെ ഭാരവാഹികളോടും ഇത്തരുണത്തിൽ പ്രത്യേകാൽ എൻ്റെ അഭിനന്ദനം അറിയിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കേരളത്തിൻ്റെ സുഖ സൗകര്യങ്ങളിൽ നിന്ന് കർത്താവിൻ്റെ വേലയ്ക്ക് വിളിയുണ്ടായി നോർത്ത് ഇന്ത്യയിലേക്ക് വന്ന് നോർത്ത് ഇന്ത്യയുടെ ഊഷരഭൂമിയിൽ അനേക വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരെ, അവരുടെ പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പ്രോഗ്രാം തീർച്ചയായും വളരെ അഭിനന്ദനമർഹിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. 30, 40 ഒരുപക്ഷെ അതിൽ കൂടുതൽ വർഷങ്ങൾ ഈ നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിച്ച ദൈവദാസന്മാർ ഇന്ന് പലരാലും അവഗണിക്കപ്പെട്ടവരായോ മറക്കപ്പെട്ടവരായോ തീർന്നവരാണ്. അവർ അനുഭവിച്ച കഷ്ടതകൾ, അവർ കടന്നുപോയ ജീവിത പ്രയാസ ഘട്ടങ്ങൾ മനസ്സിലാക്കുവാനോ അത് പൊതു സമൂഹത്തിൽ എത്തിക്കുവാനോ ആരും ശ്രദ്ധിക്കാതിരുന്നപ്പോൾ അവരെ പരിചയപ്പെടുത്തുകയും അവരുടെ പ്രവർത്തനങ്ങളെ പൊതുസമൂഹത്തിന് പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന ഈ പ്രോഗ്രാം തീർച്ചയായും അഭിനന്ദനം അർഹിക്കുന്നു. ഈ ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ, അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്ന കൈത്താങ്ങലുകൾ നൽകുവാൻ തീർച്ചയായും ഈ പ്രോഗ്രാമിലൂടെ ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവവേലയെ സ്നേഹിക്കുന്ന, മിഷൻ പ്രവർത്തനങ്ങൾക്ക് ഹൃദയമുള്ളവർക്ക് കഴിയും എന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. കഴിഞ്ഞ 56 എപ്പിസോഡുകളിലൂടെ അങ്ങനെയുള്ള അനേക ദൈവദാസന്മാരെ നമുക്ക് പരിചയപ്പെടുവാൻ ഇടയായി തീർന്നു. ഇതിൻ്റെ പ്രവർത്തകരുടെ മുമ്പിൽ വിശാലമായ ഒരു പ്രവർത്തന മേഖലയാണുള്ളത്. നോർത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന അനേക ദൈവദാസന്മാർ ഇനിയും നമ്മളുടെ സമൂഹത്തിന് പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. വരും നാളുകളിൽ അവരെ പരിചയപ്പെടുത്തി അവരുടെ വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരു വലിയൊരു കൂട്ടം ജനത്തെ ഒരുക്കേണ്ടതിന് ഈ പ്രവർത്തനത്തിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുകയും ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ നന്മകളും ദൈവനാമത്തിൽ നേരുകയും ചെയ്യുന്നു. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. വിലകൊടുത്തവർ മറക്കാതെ കാണുക. എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 6 മണി മുതൽ 6:40 വരെ. ഈ എപ്പിസോഡുകൾ മുടങ്ങാതെ ലഭിക്കുവാൻ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.